രാജ്യത്തെ മതരാഷ്ട്രവൽക്കരിക്കുന്നതിനെതിരായി ജനങ്ങളുടെ പ്രതിരോധം ഉയർന്നു വന്നിട്ടുണ്ടെന്ന് ബി.ജെ.പിക്ക് നന്നായി അറിയാമെന്നും ബി.ജെ.പിയുടെ ഈ നീക്കങ്ങൾ പ്രതിരോധിക്കുന്നതിനായി പാർലമെന്റിൽ ഇടതുപക്ഷ എംപിമാരുടെ സാന്നിധ്യം അനിവാര്യമാണെന്നും സി.പി.ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബാലൻ മാസ്റ്റർ എൽ.ഡി.എഫ് ബേപ്പൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാലൻ മാസ്റ്റർ. വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ബി.ജെ.പി അധികാരത്തിൽ വരുമോ എന്ന ഭയമാണ് ജനങ്ങളെ അലട്ടുന്നതെന്ന് മന്ത്രി പി.എ മുഹമ്മദ് റിയാസും പറഞ്ഞു. വമ്പിച്ച സ്വീകരണമാണ് ബേപ്പൂർ മണ്ഡലം കൺവെൻഷനെത്തിയ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീമിന് ലഭിച്ചത്. കൺവെൻഷൻ സി.പി.ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മതരാഷ്ട്രവൽക്കരിക്കുന്നതിനെതിരായി ജനങ്ങളുടെ പ്രതിരോധം ഉയർന്നു വന്നിട്ടുണ്ടെന്ന് ബി.ജെ.പിക്ക് നന്നായി അറിയാമെന്നും ബി.ജെ.പിയുടെ ഈ നീക്കങ്ങൾ പ്രതിരോധിക്കുന്നതിനായി പാർലമെന്റിൽ ഇടതുപക്ഷ എംപിമാരുടെ സാന്നിധ്യം അനിവാര്യമാണെന്നും ബാലൻ മാസ്റ്റർ പറഞ്ഞു. രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന ഈ ബി.ജെ.പി തന്ത്രത്തിന്, സംഘപരിവാര തന്ത്രത്തിനെതിരായി രാജ്യത്തെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ ഏകോപിപ്പിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്ത് അനുവദിക്കില്ല എന്ന സന്ദേശം നടത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് ബി.ജെ.പിക്ക് നന്നായി അറിയാം. ഈ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഈ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കാൻ ഉശിരുള്ള, നിർബന്ധമായും രാജ്യത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന രാഷ്ട്രീയ ദർശനമുള്ള ആ 20 പേരെ തെരഞ്ഞെടുത്തയക്കുക എന്ന രാഷ്ട്രീയ ദൗത്യമാണ് കേരള ജനതയ്ക്ക് നിർവഹിക്കാനുള്ളത്. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനാണ് തെരഞ്ഞെടുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ബാലൻ മാസ്റ്റർ പറഞ്ഞു. വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ബി.ജെ.പി അധികാരത്തിൽ വരുമോ എന്ന ഭയമാണ് ജനങ്ങളെ അലട്ടുന്നതെന്നും മന്ത്രി പി.എ മുഹമ്മദ് റിയാസും പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരായും കേന്ദ്ര സർക്കാരിന്റെ മതധ്രുവീകരണത്തിനെതിരെയും പോരാടാൻ ഇടതുപക്ഷ എംപിമാരുടെ സാന്നിധ്യം പാർലമെന്റിൽ ആവശ്യമാണെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീം പറഞ്ഞു. സി.പി.ഐ നേതാവ് മുരളി മുണ്ടങ്കോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ എൽ.ഡി.എഫ് നേതാക്കൾ പങ്കെടുത്തു. ബേപ്പൂർ, കുന്നമംഗലം, എലത്തൂർ കൺവെൻഷനുകൾ പൂർത്തിയായതോടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ കൺവെൻഷനുകളും പൂർത്തിയായി. കൈരളി ന്യൂസ്, കോഴിക്കോട്.